ജീവിച്ചിരിക്കുന്ന ഒരാളിൽ നിന്ന് കിഡ്നി നമ്മൾ സ്വീകരിക്കുന്നതും മരിച്ചുപോയ ഒരാളിൽ നിന്ന് കിഡ്നി സ്വീകരിക്കുന്നത് അത് തമ്മിൽ വ്യത്യാസമുണ്ടോ? രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ നമുക്ക് കിഡ്നി ഡൊണേഷനെ രണ്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ലിവിങ് ഡോണർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ഡിസീസ്ഡ് ഡോണർ റീനൽ ട്രാൻസ്പ്ലാന്റേഷനും. ഇതിലാദ്യം ലിവിങ് ഡോണർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിൽ അഡ്വാൻറ്റേജസ് ഞാൻ പറയാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡോണർക്ക് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യും. ഒന്ന്. രണ്ട്, ഈ ഡോണറും റെസിപ്പിയൻറ്റും, അതായത് കിഡ്നി കൊടുക്കുന്ന ആളും അത് സ്വീകരിക്കുന്ന ആളുടെയും കോമ്പാറ്റബിലിറ്റിയും ബാക്കി കാര്യങ്ങളുമൊക്കെ വളരെ നേരത്തെ ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും നമുക്കത് ഓവർകം ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് എല്ലാം നമുക്ക് ആലോചിച്ച് എലക്റ്റീവായിട്ട് നമുക്കത് ചെയ്താൽ മതി. അതായത് ആ കിഡ്നിയുടെ റിജക്ഷൻ ചാൻസ് വളരെ 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 കുറവാക്കി വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ലിവിങ് ഡോണർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. രണ്ടാമത്തത്, നമ്മൾ ഈ ഡിസീസ്ഡ് ഡോണർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പരിഗണിക്കുന്നത് പലപ്പോഴും ഒരു രോഗിക്ക് അവരുടെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് ആർക്കും ഒരു സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഇല്ല, അല്ലെങ്കിൽ കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ ആളില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മൾ ഭൂരിഭാഗം പേഷ്യൻസിലും ഡിസീസ് ഡോണർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്.